അപ്പൊ ഗൈസ് നിങ്ങളെ പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നില്ലേ? ഞങ്ങളുടെയും പെരുന്നാളൊക്കെ തകർപ്പനായിരുന്നില്ല. കൊറേ വീടുകളിൽ പോയി, ഇപ്പാന്റെ നാട്ടിലൊക്കെ പോയി, ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിലൊക്കെ പോയി, പരിചയക്കാരുടെ വീട്ടിലൊക്കെ പോയി. അപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഞങ്ങളുടെ ഉമ്മാന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. ഉമ്മാന്റെ വീട് എന്ന് പറയുമ്പോൾ ഞങ്ങളെ തറവാടാണ് ഇത്. പക്ഷെ ഞങ്ങൾ ഇപ്പോ ഈ പൂത്തിരി ഒക്കെ കത്തിക്കണത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മൂത്താപ്പാന്റെ വീട്ടിലാണ്. സാബ്രുമാമനാട്ടാ. അബ്ദ ആദ്യമായിട്ടാണ് ഇങ്ങനെ പേടിയില്ലാതെ ഇങ്ങനെ പൂത്തിരി കത്തിക്കാൻ പോണത്. അബ്ദ പണ്ടൊരിക്കൽ പൂത്തിരി കത്തിക്കാൻ ഒരുങ്ങിയപ്പോ ചെറുതായിട്ടൊന്ന് കൈ പൊള്ളിയപ്പോഴത്തേന് കക്ഷി അത് വലിച്ചെറിഞ്ഞു. അത് പിന്നെ ഇന്നാണ് അവള് പൂത്തിരി കൈകൊണ്ട് തൊടാൻ ധൈര്യപ്പെടുന്നത്. അപ്പൊ ഗൈസ് ഞാന് പൂത്തിരി പേടിയില്ലാതെ അടിപൊളിയായി കത്തികൾ തുടങ്ങി ഗൈസ്. അപ്പൊ ഇന്ന് എല്ലാരും കൊറേ മാസമായിട്ട് എന്നെ കളിയാക്കില്ലേ ഇന്ന് ഗൈസ്, പൂത്തിരി കത്തിക്കാൻ പേടി 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 പറഞ്ഞിട്ട്. അപ്പൊ ഗൈസ് അപ്പൊ ഞാന് ഒരു പേടിയില്ലാതെ ഇവിടുത്തെ ഫുൾ പൂത്തിരി കത്തിക്കാൻ പോവാണ്. ഇന്നെ കാണുമ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ടിന്റെ വരി ഓർമ്മ വരുന്നുണ്ടോ? ഐ മീൻ ആ തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു. സാബ്രുമാമനോടാണ്. അപ്പൊ ഓരോ വീട്ടിൽ നിന്നും മൈലാഞ്ചി ഇടലും പൂത്തിരി കത്തിക്കലൊക്കെ. അപ്പൊ പൂത്തിരി കത്തിച്ച് കഴിഞ്ഞിട്ടാട്ടോ ഇപ്പൊ ഈ മൈലാഞ്ചി ഇടുന്ന അതിന് കൂടൊക്കെ ഈ വീഡിയോയിൽ വരും ഗൈസ്. അതൊക്കെ മൈലാഞ്ചിട്ട് എടുക്കുമ്പോഴത്തേന് പാതിരാത്രി ആയിരുന്നു. കാരണം ഞാൻ തന്നെയാണ് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് വീട്ടിലെടുക്കാൻ ഡ്രസ്സ് എടുത്തോളാം. പക്ഷെ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തലേന്നാണ് എനിക്ക് ബോധോദയം ഉണ്ടായത്. അപ്പൊ അലഞ്ഞടക്കണതാണ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ. ഞങ്ങൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ഇവര് സിറ്റ്കോൺ കഴിക്കണത് ഞാൻ ഇവരറിയാതെ കണ്ടിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടത്. പെരുന്നാളിന്റെ അന്ന് രാവിലെ അബ്ദ നീറ്റ് വന്നപ്പോഴത്തേന് ഇവര് പള്ളിയിൽ പോകാനായിട്ടുണ്ടായിരുന്നു. പുലർച്ചെ ആകുമ്പോഴത്തേന് എണ്ണീറ്റിട്ട് മമ്മ അടുക്കളയിൽ കയറുന്നതും എല്ലാവരും ഡ്രസ്സ് ചെയ്യണതൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നുറങ്ങിയത് ആളായിരുന്നു അഫാഫിട്ട. പക്ഷെ ഓൻ രാവിലെ നീറ്റപ്പോഴത്തേന് തന്നെ പള്ളിക്ക് പോകാൻ നേരം വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ ഓനെ ഒന്നി തള്ളി പറഞ്ഞേക്കാൻ ഞങ്ങൾ പെട്ടപാട് ഞങ്ങൾക്ക് അറിയുള്ളൂ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് കുളിക്കാൻ പോവാണ്. പള്ളിക്ക് പോയി ഗൈസ്. നമ്മളിപ്പോ തറവാട്ടിലാട്ടുള്ളു. ഏതൊക്കെ ഗൈസ് നമ്മളെ വീടിന്റെ സ്ഥലം ഫുള്ള് മാറിയില്ലേ, അതാട്ടോ ഗൈസ്. ഫുള്ള് മാറി ഗൈസ്. ഞാൻ ഇന്നത്തെ രാത്രി മൈലാഞ്ചിയൊക്കെ ഇത് ഫുള്ളാക്കുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങിപ്പോയിട്ടോ ഗൈസ്. ഇത് നല്ല ചോത്ത് ഗൈസ്, ചോത്ത് നിന്ന് അകത്തമ്മ പറിച്ചെടുത്തിക്കണ കേട്ടോ ഗൈസ്. ബിരിയാണിയാ ഉള്ളി വെറുതെ ഇരുന്ന് വിട്ടന് കണ്ടീരേ. എന്ത് ബിരിയാണിയാണോ? എന്ത് ബിരിയാണിയാണ് വേണ്ടത്? ചിക്കൻ ബിരിയാണി. ബീഫുണ്ടോ? എന്നാ ബീഫും വെച്ചാ. അപ്പോ ഗൈസ് ഞങ്ങളിപ്പോ പള്ളിക്ക് പോയി വന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. അപ്പൊ ഇപ്പൊ ചായ കുടിക്കൽ തുടങ്ങിയിരിക്കണ്. ഇപ്പൊ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ടാണ് ഇപ്പൊ വെട്ടി വിഴുങ്ങാണ്. ഉണ്ടാക്കി തന്നെ പുട്ടും പപ്പടിയൊക്കെ. എനിക്ക് പപ്പടിയും പുട്ടും നല്ല ഇഷ്ടാ. കൊറേ വാരി വലിച്ച് പുട്ടുള്ള നേരം വഴി ഉറങ്ങിയിട്ട് നേരത്തെ വെച്ചിട്ട് ഒരു ഹാങ് ഓവറിലാണ്. ഒരു ഇത്തിരി സമയം കിട്ടി കഴിഞ്ഞാൽ അപ്പൊ പോയി കിടന്നോ. ഓരെങ്ങനെ പിടിച്ച് വലിച്ചിട്ടതാണ്. പള്ളിന്ന് നാട് ഇങ്ങനെ പൊത്തി ഉറങ്ങിയിരുന്നിട്ട് ആൾക്കാരെ വഴിയത്. ഞങ്ങൾ സാധാരണ പെരുന്നാളിന്റെ അവിടൊക്കെ ഞങ്ങളെ വീട്ടിൽ അവിടെ കൂടിയിട്ട് വരാതെ പതിവ്. പ്രാവശ്യമാണ് ഞങ്ങള് തറവാട്ടിലായത്. ഇതിന് മുന്നേ തൊട്ട് പെരുന്നാൾ കഴിച്ച് ഇവിടെ ഒന്നില്ലല്ലോ. രാവിലെ നമ്മൾ അവിടുന്ന് ഭക്ഷണം ചായെങ്കിലും കുടിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ചായ കുടിച്ചു വന്നു അല്ലേ? ചോറും അങ്ങോട്ട് വന്നു. ഉമ്മ മിഞ്ഞാന്ന് ഇവിടെ എത്തിക്കണ് തറവാട്ടില്. പക്ഷെ ഉമ്മ ഇതുവരെയായിട്ടൊരു പണി ചെയ്തില്ല. സ്വന്തം തിന്ന പാത്രം കഴിക്കല്ല, അത് വേറൊരു പണിയില്ല. ഇപ്പൊ ഉമ്മ ആദ്യമായിട്ട് വെളുത്തുള്ളില്ലേ, വെല്ലുള്ളി, സവാള ചത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ കറിയുണ്ടമ്മ? തുടങ്ങിയിട്ടുള്ളൂടാ. തുടക്കം മാത്രം. എന്ത് പണി ചെയ്താലും മമ്മ വന്നിട്ട്
അവിടെ വെച്ചാണ് ഞാൻ ചെയ്തോണ്ട് പറയലുണ്ട്. ആ. ഇതിപ്പോ ഞാൻ അങ്ങനെ തുടങ്ങിയതാണ്. അയ്യോ പക്ഷെ ഉണ്ടെന്ന് ഉറങ്ങണുണ്ട് സ്പീഡാക്കിട്ടാ ഉമ്മ കൂപ്പാക്കുന്നുണ്ട് മുടി കെട്ടൊന്നും വേണ്ടേ? ഒരാളവിടെ നിന്ന് ഇരിക്കുക. ഉമ്മ ഇപ്പൊ കരയാണ്. ഫോണവിടുന്ന് വേർക്കാണ്. വിങ്ങും നെഞ്ചൊടുക്കിൽ കണ്ണേ ആരാരോ കരിവേ ആരാരോ. വെറുതെ ഞാൻ അമ്മമാരെ സഹായിക്കുന്നുണ്ട്, ഇല്ലാതാക്കണ്ട. മല പോകണിച്ച ഉമ്മാന്റെ കണ്ണ് നീരി വേറെ മാലയാണ്. എന്നിട്ട് മൈലാജി വെച്ചാ ഒന്നും കൂടി അടിപൊളിയായില്ലേ? അബ്ദ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ അയ്മോൾ ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ താരം അഫിമാമിയും സാബിർ മാമിനും അയ്മോളെ അബ്ദന്റെ ഫോട്ടോ ക്യാമറ നോക്കട്ടെ. ക്യാമറ സാധാരണ പെരുന്നാൾക്ക് നമ്മൾ മൂത്താപ്പാടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്തമ്മയുടെ വക ഒരു പായസം ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം മൂത്തമ്മ ഹജ്ജിന് പോയതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അഫി നമ്മളെ ഞെട്ടിച്ചോണ്ട് മൂത്തമ്മയുടെ അഭാവത്തിലോള് അടിപൊളി ഒരു ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കി തന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അതിന്. അങ്ങനെ പറഞ്ഞ വീഡിയോ സംഭവം ആയമോൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായ? എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായ? എന്താ? അഫി ഒരു ഐഡിയൽ മരുമകളുടെ റോളിലാണ് കേട്ടോ. ആരോ ഒന്ന് മഴയാണെങ്കിലും നല്ല ദാഹം ഉണ്ടല്ലേ എന്ന് ചോദിച്ചതാണ്. അപ്പോഴത്തേന് ആള് പോയി വെള്ളം കലക്കൽ കഴിഞ്ഞിരിക്കണ്. ഇവിടെ രണ്ടുപേര് തള്ളി മറിക്കുകയാണ്. അപ്പൊ പറയണേ ഇന്ന് വൈദ്യുതി പരിശോധന ഉണ്ടാവില്ല. ഒരു രക്ഷയില്ല, എന്നെ കണ്ട ഭാവമില്ല. അവിടുത്തെ സൊറ പറയലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഉമ്മയുടെ ചോറ് ഇവിടെ അടുപ്പത്തായി തുടങ്ങിയിരിക്കണ്. ഇത്ര സുഖമായിട്ട് ഞാൻ പെരുന്നാൾ കൂടി ഒരു കൊല്ലം എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു കാര്യം ചെയ്യാൻ ഉമ്മ അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ അടുപ്പത്ത് തീ പിടിച്ചിട്ടാനാണ് നല്ല പാട്. പുറത്ത് അടുപ്പൊക്കെ ഉണ്ട്, പക്ഷെ മഴക്കാലം ആയതുകൊണ്ട് ആ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ അടുക്കളപ്പം ഇങ്ങനെ ഷീറ്റ് ഉണ്ടായാലൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു 5-6 കൊല്ലം ആയിട്ടുള്ളൂ കേട്ടോ. അതിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ അകത്തടുപ്പും പുറത്തടുപ്പൊക്കെ ഏകദേശം ഒരുപോലൊക്കെ തന്നെയായിരുന്നു. മഴക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ പിടിച്ചിട്ടാൽ നല്ല പാടാണ്. ഉമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കും. എമ്മയെ ഫുഡ് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഞങ്ങൾ നാട്ടില് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെ ഒക്കെ വീടുകളിൽ പോയിട്ട് വന്നു. ഞങ്ങളെല്ലായിടത്തും പോയി തെണ്ടി തിരിഞ്ഞ് വെള്ളം കുടിച്ച് പായസം കുടിച്ച് ഞങ്ങൾ അതുപോലെ മാത്രം ഞാൻ ഏഴ് കുടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തിന്നണേ, കുടിച്ചാ മാത്രം മതിയാ അല്ലേ? ഞങ്ങള് വരുന്ന പേരെ ഇവിടെ സൈലന്റ് ഇരുന്ന് പിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ട് അടിച്ച് പൊട്ടിച്ചിടാൻ പോവാണ്. വിശക്ക് എടുക്കുന്നല്ലൊക്കെ കണ്ടില്ല. നിങ്ങളല്ലാതാകും. ഞങ്ങളൊക്കെ അടിപൊളിയായിക്കണി. ഞങ്ങള് ചോറ് കഴിക്കാൻ പോവാണ്. ബിരിയാണി അല്ലേ? ആ ബിരിയാണിയാണ്. ഞങ്ങള് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല.
അപ്പൊ ഇനി ഞങ്ങളെ ഫുഡ് കഴിക്കാൻ പോവാണ്. കമോൺ ഫുഡ്. ഐശ്വര്യായിട്ട് നമ്മൾ നേരെ ബിരിയാണി എവിടെ? ബിരിയാണി ഫസ്റ്റ് തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തേങ്ങ ചമ്മന്തി. ബിരിയാണി ചെമ്പാണ് മച്ചന്മാരെ. പൊള്ളിയല്ലേ? പൊള്ളിയാണ് എന്റെ അമ്മമ്മ മൂക്കടച്ചാരം മണം പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. വീട്ടി അടിപൊളിയാണ്. നല്ല ചൂടുണ്ടാവും. നീ ഇങ്ങനത്തെ ചൂട് ബിരിയാണി ആവി കൊടുക്കണ വയറ്റി തട്ടി നല്ല അടിപൊളിയായിട്ട് വയറിങ്ങനെ കുലുങ്ങി കുലുങ്ങിയിട്ടൊക്കെ എടുത്തുണ്ട്. അരമണിക്കൂർ ഇരിക്കുമ്പോ കിട്ടുന്ന സുഖം ഇല്ല. അതാണ് സ്വർഗം, പാരഡൈസ്. കോരിയോ? കോരിണ്ടോ? ഞാൻ കോരാ എന്നിട്ട് വെച്ചു പോയി. തിന്നാൻ പോയി തേങ്ങ അവസ്ഥ അലിച്ചോക്ക്. ഇമ്മ വളർന്നിക്കൊണ്ടിരിക്കാണ്. കാണുമ്പോ കൊതി വരണു, കാണുമ്പോ കൊതി വരണു. ഇതെടുത്ത് തിന്നിട്ട് അല്ല ചൂടുണ്ട്. അതമ്മ മകളും ഈ പ്ലേറ്റ് ആദ്യട്ടാ ചമ്മട്ടി പിടിച്ച് വെള്ളം. ഹായ്, ഞാൻ ഇരിക്കാൻ പോവാണ്. നല്ല ഫുഡ് വരുള്ളേ. അപ്പൊ ചോറ് വെന്തിക്കൊണ്ടിരിക്ക. ചോറ് നല്ല കഴിഞ്ഞിട്ട് തിന്നുള്ള ഫ്രൂട്ട്സ് പക്ഷിയത് ഞാൻ ഇപ്പൊ തന്നെ തിന്നാൻ. അപ്പൊ ഗൈസ് ഞാൻ ചോറിടാൻ പോവാണ്. ഞാനെത്തി. തൊട്ടാണ് ഇരിക്കാൻ പറ്റും. വിശക്കുന്നു ഗൈസ്. ഇതിവിടെ വെക്കാം. കടിച്ചെണ്ണ എടുക്കാൻ കുറച്ചെണ്ണ. ഞാൻ തുടരാം ഗൈസ്. ഞാൻ നന്മയുള്ള ലോകമാവാൻ നോക്കുകയാണ്. പക്ഷെ ശരിക്കും കിട്ടിയില്ല. അമ്മേ എന്നിട്ട് ഞാൻ നന്മയുള്ള ലോകമാക്കാൻ നോക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ തിന്നാൻ പോവുകയാണ്. ആണോ? സ്പെഷ്യല് കൂടിയാ. നാളെക്കാലത്തെ പെരുന്നാളാ സ്പെഷ്യല്. ഇത് ഇന്നത്തെ പെരുന്നാൾ 10 പെരുന്നാളിനോൾക്ക്. പക്ഷെ ഇന്ന് കാളാശാലിന്റെ പെരുന്നാൾ. അപ്പൊ നാളെ മറവഞ്ചേരിന്റെ പെരുന്നാളാ പറയാന്ന്. അതാ ചോറ് ശരിക്കും ഞാൻ തരാം. ചോറ് ഞാൻ ഇട്ടോളാം പതുക്കെ. നമുക്ക് തേങ്ങാമതി കൂട്ടിയേക്കാം. ഇവിടെ ബിരിയാണിയിൽ ഏറ്റവും കൂടുതൽ എന്റെ അമ്മമ്മ ബിരിയാണി അടിപൊളിയുണ്ട്. ഇവിടെ എപ്പോഴും ബിരിയാണിക്കുള്ള ഒരു മെയിൻ സാധനമാണ് തേങ്ങാ ചമ്മന്തി. തേങ്ങാ ചമ്മന്തിയും ഒരു പീസ് ചിക്കനും ഒരു തുള്ളി ബീഫും കൂടെ കൂട്ടി വിഴുങ്ങാൻ തോന്നാൻ ഭയങ്കര ഉദ്ദേശിച്ചുണ്ടാവുക. പിന്നെന്താ അറിയില്ല, അതാ ഉദ്ദേശിച്ചത്. നമ്മള് ബീഫ് ഇടാണ്ട, നമ്മള് ബീഫ് ഇടാണ്. അടിപൊളി ചൂട്. ചൂടത്തൊക്കെ ബിരിയാണി തിന്നു പറയുമ്പോ ഒരു സ്വർഗാണ്. സ്വർഗന്നല്ല, നോക്കിക്കോ. നോക്കി ചെക്കന്മാര്
എന്ത് ചെക്കന്മാര് കിച്ചണി കയറാറുണ്ടാ അപ്പൊ പെണ്ണുങ്ങൾക്ക് ശരിക്കും ഡാൻസ് കൊടുക്കണേ പക്ഷെ നിങ്ങളല്ല അങ്ങനെ കൊടുക്കേണ്ടത് അല്ല ഇങ്ങനെ അങ്ങനെ കൊടുക്കണില്ലല്ലോ ചെക്കന്മാര് ഉച്ചന് കയറുണ്ട് ഹോട്ടലിൽ പിന്നെ ആരുണ്ടാക്കുന്ന ഫുഡ് ജിയാ അല്ല അവിടൊക്കെ ചെക്കന്മാരാണ് അവിടെ അല്ലേ പക്ഷെ എല്ലാ നാട്ടിലും പെണ്ണുങ്ങളെ ഉണ്ടാക്കാം എന്റെ പൊന്നാര മോളെ പിന്നെ കിച്ചൺ ഹോട്ടലിൽ എന്താ കിച്ചൺ അല്ലേ ഉണ്ടായിരുന്ന അത് നമുക്ക് പൂള് പറയണ് അന്നൊക്കെ പറഞ്ഞാലും ചോറ് അടിപൊളിയായിരുന്നു ആ എനിക്കും എല്ലാവർക്കും നന്ദി ഇത്ര നടന്നതിന് കാരണം എന്താ അറിയോ കാരണം നല്ല സുണ്ട് പക്ഷെ താങ്ങ വയ്യ എന്തുകൊണ്ടാ അറിയോ കളിക്കവെള്ളം 5 എണ്ണം കുടിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളെ പെരുന്നാള് അടിപൊളിയാ ഇതൊക്കെ ജ്യേഷ്ഠന്റെ മക്കളാണ് കേട്ടോ നിഹാല് റിയാന് നസ്രി ഞങ്ങൾ തറവാട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവര് പെരുന്നാൾക്ക് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ തറവാട്ടിലേക്ക് ഇറങ്ങിയതാണ് ഇന്ത്യ സൗണ്ട് കേൾക്കുമ്പോൾ ചെറുതായിട്ട് പനിക്കണ പോലെ തോന്നുന്നുണ്ടാവും പക്ഷെ ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ പനിക്കണുണ്ട് ഇത് ഇമ്മയുടെ അടുത്ത കലാപരിപാടിയാണ് കേട്ടോ വൈകുന്നേരത്തെ ചായക്ക് അപ്പൊ ഉമ്മമ്മയുടെ നെയ്യപ്പം അടിപൊളി ടേസ്റ്റ് ആട്ടായി അമ്മ അവിടെ വെട്ടി മുണുങ്ങി തിന്നുക ഇതാണ് എന്റെ പന്നമ്മ ഇതിരിക്കുന്നു എന്റെ അരിയാലിക്ക കാകളൊരു കാക്കയാണ് അല്ലേ കാക്ക ഇമ്മമ്മല്ല മൂത്താവ മൂത്താവ എണീറ്റ് അമ്മമാരെ സഹിക്കാൻ വയ്യാതെ എഴുന്നേറ്റ് പോയി ഇത് ഞങ്ങളെ മുട്ടാപ്പേട്ട അപ്പൊ ഇതോട് കൂടിയിട്ട് 1-ാം പെരുന്നാൾ ഇവിടെ അവസാനിക്കണം പക്ഷെ പെരുന്നാൾ വീഡിയോ ഇവിടെ അവസാനിക്കണില്ല 2-ാം പെരുന്നാൾക്കാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നത് അപ്പൊ അവരായിട്ടുള്ള വീഡിയോയും പിന്നെ അതുപോലെ പിറ്റേന്ന് 3-ാം പെരുന്നാൾക്കാണ് ഞങ്ങളൊരു ട്രിപ്പ് പോയി ആ വീഡിയോ ഒക്കെ കൂടിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇതുവരെ പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയില് പിന്നെ കാണാം.